ഭാഗം എന്ന് പറയുന്നത് ഇത്തരം ഈ വിഷയങ്ങളോട് ഔദ്യോഗിക സംവിധാനം എങ്ങനെ പ്രതികരിച്ചു ഞാനത് ചോദിച്ചു അവരോട്. ആ കാര്യം പറയാം. രണ്ടാമത്, ഈ വിഷയത്തിന് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം. അവർ പല നിർദ്ദേശങ്ങളും വന്നു കഴിഞ്ഞു. ഒന്നാം ഭാഗത്തിൽ ഇപ്പൊ നമുക്ക് ഈ വേദിയിൽ തന്നെ ഇരിക്കുന്നവരല്ല. ഇപ്പോ ഉദാഹരണത്തിന് ഈ ഗ്രാന്റ് നമ്മൾ പറയുന്ന സ്കോളർഷിപ്പ് സംവിധാനം തുടങ്ങിയത് തന്നെ ഇദ്ദേഹം മഹാത്മാ ജ്യോതിബ ഫൂലെ ഹണ്ടർ കമ്മീഷൻ 1882 കൊടുത്ത നിവേദനത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരം ഒരു സ്കോളർഷിപ്പ് സിസ്റ്റം തുടങ്ങിയത്. അദ്ദേഹമായിരുന്നു 1848 ആദ്യമായിട്ട് സ്കൂളും തുടങ്ങിയത്. പിന്നെ സാഹുജി മഹാരാജ് ഇവിടെ ഇരിക്കുന്നു. അദ്ദേഹം പഠിക്കുന്ന കുട്ടികളോട് വളരെ വലിയ അനുഭവമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം ഡോക്ടർ അംബേദ്കർക്ക് വിദേശത്ത് പോകാൻ അദ്ദേഹത്തിനെ പരിപോഷിപ്പിക്കാൻ വേണ്ട വളരെ വലിയ ശ്രമങ്ങൾ നടത്തി. ഡോക്ടർ അംബേദ്കറുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നാരായണ ഗുരുവാകട്ടെ, അദ്ദേഹത്തിന് നമ്മൾ അനുഭവിക്കുന്നത് ഒരു ബിസിനസ് സ്ട്രെസ്സാണ്. പണമില്ലായ്മയാണ് വിഷയം. നാരായണ ഗുരു പറഞ്ഞു, വിദ്യ കൊണ്ട് പ്രബുദ്ധനാകണം, സംഘടന കൊണ്ട് ശക്തിയാകണം. നിർത്തിയില്ല. പിന്നെ എന്ത് ചെയ്തു? വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടണം. എങ്ങനെ പണം നമ്മളെ കയ്യിൽ വരും? അയ്യൻകാളി 10 BA എന്നൊക്കെ അന്നത്തെ ഏറ്റവും വലിയ ഡിഗ്രി കാണണമെന്ന് പറഞ്ഞ മാത്രമല്ല, സാമ്പത്തിക ഉന്നമതിക്കായി അത് ചെറിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങി വെക്കുന്ന ഒരു മോഡലും കാണിച്ചു കൊടുത്തു. അപ്പൊ ഇത് നമ്മുടെ മനസ്സിൽ വേണം. അത് കഴിഞ്ഞതിന് ശേഷം ഇതിലുള്ള പല കാര്യങ്ങളും ഞാനിങ്ങനെ ഈ പറയുന്ന ഡിമാൻഡുകളെല്ലാം SC ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥരോടും ഡിസ്ട്രിക്ട് ഉദ്യോഗസ്ഥരോടും ST ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരോടും ചോദിച്ചു. എന്താണ് ഈ പറയുന്ന ഡിമാൻഡുകളോട് നിങ്ങളുടെ അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ, കടമയില്ലെങ്കിൽ അത് അരാജകത്വത്തിലേക്കും, കടമകൾ മാത്രമേ ഉള്ളൂ, അവകാശങ്ങൾ അടിമത്തത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് അവകാശം പറയുമ്പോൾ എപ്പോഴും തന്നെ കടമകളെ കുറിച്ചുകൂടെ ഇങ്ങനെ മനസ്സിൽ വെക്കണം. ഈ ഗ്രാൻസ് ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും ഇത് വാങ്ങിക്കഴിയുമ്പോൾ എന്റെ കടമ എന്ത് എന്നൊരു ചോദ്യം വേണം. അത് ഡോക്ടർ അംബേദ്കർ ചോദിച്ച കടമയാണ്. ഞാൻ ഇതൊക്കെ വാങ്ങിച്ചു തന്നപ്പോ ഞാൻ എന്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം. 1956 മാർച്ച് 18 ആഗ്രയിൽ വെച്ച് അദ്ദേഹം അന്നത്തെ ഫസ്റ്റ് ബാച്ച് ഉദ്യോഗസ്ഥരോടും ചോദിച്ചതാണ്. നിങ്ങൾക്കത് കിട്ടുമ്പോ, അവകാശം കിട്ടുമ്പോൾ ഒരു കടമമായിട്ട് പത്രമാറില്ല. 2 ദിവസത്തോളം കുടിശ്ശിക ഉണ്ട്. മാത്രമല്ല, ഇത് എന്റെ അഭിപ്രായമല്ല, ഞാൻ ചോദിച്ചപ്പോൾ അഭിപ്രായമാണ്. കാരണം നമ്മൾ എന്തെടുക്കുമ്പോഴും ചോദിക്കണമല്ലോ, അവരുടെ അഭിപ്രായമാണ്. അവർ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ ഓപ്പണായിട്ട് എല്ലാവർക്കും പരിശോധിക്കണം. ഇത് എത്ര വർഷം തിരിയുണ്ടെന്നുള്ള കാര്യം കണ്ടെത്താൻ കഴിഞ്ഞത് സുതാര്യമാണ് സംവിധാനം എന്നാണ് അവരുടെ വാദം. ഡ്രോപ്പ് ഔട്ട് പല കാരണങ്ങളുണ്ടാകും. സാമ്പത്തിക പ്രശ്നത്തിലുണ്ടാകും, കുടുംബത്തിലെ മൊബൈലിൽ പല കാരണങ്ങളുണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് അനുവദിച്ച ഈ ഗ്രാന്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയില്ല എന്നുള്ള ഈ ഗ്രാന്റിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഞാൻ വളരെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ കേസുകൾ SC വകുപ്പിന്റെ ജില്ലാ ഓഫീസർമാരുടെ കയ്യിലോ ST വകുപ്പിന്റെ ജില്ലാ ഓഫീസർമാരുടെ കയ്യിലോ കേസായിട്ട് വന്നിട്ടില്ല.